ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സൗണ്ട് വേവ്സ് ചാപ്റ്ററിൻ്റെ പാർട്ട് സെക്കൻഡാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ ഫസ്റ്റിൽ നമ്മൾ ടൈറ്റിലിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് റെസൊണൻസ് ആണ്. ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ് ടു വേവ് മോഷൻ ടെസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ വേവ് മോഷൻ കാണും. വേവ് മോഷൻ ഞാൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഇതിലുള്ളത് നാച്ചുറൽ ഫ്രീക്വൻസും റെസൊണൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ കണ്ടൻസിൽ ആദ്യം വരുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. സെക്കൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നാച്ചുറൽ ഫ്രീക്വൻസി. ഒരു നാച്ചുറൽ ഫ്രീക്വൻസി, ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. തേർഡായിട്ട് വരുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷനാണ്. ഓക്കെ, ഫോർത്തിൽ വരുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒരു എക്സ്പെരിമെൻറ്റാണ്. ഈ വട്ടം ഓണം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അത് നമുക്ക് നോക്കാം. ഇനി ഫിഫ്ത്തായിട്ട് വരുന്നത് റെസൊണൻസ് ആണ്. റെസൊണൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സിക്സ്ത് വരുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ അത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടൻസ്. സോ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് നോക്കാം. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കാം. ആ ട്യൂണിംഗ് ഫോർക്ക് ഞാൻ ഒരു ഹാമർ വെച്ച് ചെറുതായി തട്ടി, അപ്പോൾ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അത് ഞാൻ എൻ്റെ ചെവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചു. ചെവിൻ്റെ അടുത്ത് കൊണ്ടുവച്ചപ്പോൾ എനിക്കൊരു സൗണ്ട് കേൾക്കും, അല്ലേ, ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു സൗണ്ട് കേൾക്കും. സോ ഞാൻ എൻ്റെ അടുത്ത് ഒരു ട്യൂണിംഗ് ഫോർക്ക് അല്ല ഉള്ളത്, എൻ്റെ അടുത്ത് കണ്ടമാനം ട്യൂണിംഗ് ഫോർക്കുള്ള ഒരു 3-4 ട്യൂണിംഗ് ഫോർക്കസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇതേമാതിരി തന്നെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു ചിസലല്ലോ ഹാമർ എടുത്ത് മെല്ലെ തട്ടിയിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാം. അവയൊക്കെ ഞാൻ ചെവിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഒരേ സൗണ്ട് അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട്സാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ, ദേ ഓൾ വൈബ്രേറ്റ് വിത്ത് ദെയർ ഓൺ ഫ്രീക്വൻസി. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി ദേ ഓൾ വൈബ്രേറ്റ് വിത്ത് ദെയർ ഓൺ ഫ്രീക്വൻസി. സോ ഒരു ഒബ്ജക്റ്റ് അത് വൈബ്രേറ്റ് ചെയ്യാണ്, ഫ്രീലി വൈബ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ ഫ്രീലി വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ കുറേ ട്യൂണിംഗ് ഫോർക്സ്, അപ്പോൾ അവരൊക്കെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് ഇനേറ്റ് ഫ്രീക്വൻസി. അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ഫ്രീക്വൻസിയിലാണ് അവർ വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയാം, ദാറ്റ് ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ചിസൽ എടുത്തിട്ട് ഞാൻ ട്യൂണിംഗ് ഫോർക്ക് തട്ടിയ സമയത്ത് 2-3 ഉണ്ട് തട്ടിയ സമയത്ത് അവരൊക്കെ വൈബ്രേറ്റ് ചെയ്തത് അവരുടേതായിട്ടുള്ളൊരു ഫ്രീക്വൻസിയിൽ. അതുകൊണ്ടാണ് എനിക്ക് സൗണ്ട്സ് വ്യത്യസ്തമായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി അതാണ്. ഓക്കെ, സർട്ടൺ ആയിട്ടുള്ള ഫ്രീക്വൻസി, വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. ഓക്കെ, when an object vibrates freely, it vibrates in its innate frequency. ഒരു ഒബ്ജക്റ്റ് ഫ്രീലി വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്താവും, അത് ഇനേറ്റ് ഫ്രീക്വൻസിയിലായിട്ടും വൈബ്രേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, now let's look at which factors are the ones influencing natural frequency of the object. ആ ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റിൽ വരുന്ന ഫാക്ടേഴ്സ് ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. നമുക്ക് സ്ലൈഡ്സ് നോക്കാം. അപ്പോൾ നോക്കാം, നിങ്ങൾ ആ കാണുന്ന രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള ലെങ്ത് നമുക്കറിയാം വിസിബിളി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ ആണ് നമ്മൾ അറിയേണ്ടത്. ദെയർ ലെങ്ത്സ് ആർ ഡിഫറെൻറ്റ്, ഹെൻസ് ദേ വിൽ ഷോ ഡിഫറെൻറ്റ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി ഡയഗ്രമാറ്റിക് ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞാൽ മതി. ബട്ട് ഐ തിങ്ക് പിക്ചേഴ്സ് വിൽ സ്റ്റേ വിത്ത് യു ലോങ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് വണ് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. സോ നമ്മൾ ഫിഗർ നോക്കാം. ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഒരു ടെന്നീസ് ഉണ്ട്. സോ ദ സൈസ് ഓഫ് ബോത്ത് ദീസ് ഒബ്ജക്ട്സ് ആർ ഡിഫറെൻറ്റ്. രണ്ടിൻ്റെ സൈസ് വ്യത്യാസമല്ലേ, നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. സോ ദ സൈസ് ഓഫ് ബോത്ത് ദീസ് ഒബ്ജക്ട്സ് ആർ ഡിഫറെൻറ്റ്, ഹെൻസ് ദേ വിൽ ഷോ ഡിഫറെൻറ്റ് നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ അവർക്ക് രണ്ടുപേരുടെ സൈസ് വ്യത്യാസമായതിനെ കൊണ്ട് അവർക്ക് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എലാസ്റ്റിസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഒരു വസ്തു എത്രത്തോളം വലിയാൻ സഹായിക്കുന്നു എന്നുള്ള രീതിയിലാണ് എലാസ്റ്റിസിറ്റി എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രത്തിൽ നിങ്ങൾ കാണുന്ന റബ്ബർ ബാൻഡ്, റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് സ്റ്റീൽ വയറുമാണ്. റബ്ബർ ബാൻഡ് നമുക്കറിയാം നന്നായിട്ട് വലിയില്ല, അല്ലേ, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യില്ല. സ്റ്റീൽ വയർ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, ഇല്ല, കഴിയില്ല. സോ ഇങ്ങനെയുള്ള രണ്ട് ഒബ്ജക്റ്റ്, ദ എലാസ്റ്റിസിറ്റി ഓഫ് ബോത്ത് ദീസ് ഒബ്ജക്ട്സ് ആർ ഡിഫറെൻറ്റ്. രണ്ടിൻ്റെ എലാസ്റ്റിസിറ്റി വളരെ ഡിഫറെൻ്റ് ആണ്. സോ എന്തായി, അവരുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിട്ട് കാണപ്പെടും. ഓക്കെ, ലാസ്റ്റ് വണ്ണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഏത് വസ്തുവിനെ കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയലിനെ കൊണ്ടാണ് ആ വസ്തു ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വരിക. സോ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫിഗർ ഒരു ഫാബ്രിക് ആണ്, സാധാരണ നമ്മുടെ തുണി. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, തുണിയും പ്ലാസ്റ്റിക്കും സെയിം അല്ല നമുക്കറിയാം. സോ ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ ഓഫ് ബോത്ത് ദീസ് ഒബ്ജക്ട്സ് ആർ ഡിഫറെൻറ്റ്.
ഇവരുടെ രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുള്ള നേച്ചർ ഓഫ് മെറ്റീരിയൽ ഒന്ന് തുണിയാണെന്ന് പ്ലാസ്റ്റിക് ആണ്, ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും വരാം, ഹെൻസ് ദേ വിൽ ഷോ എ ഡിഫറെൻറ്റ് നാച്ചുറൽ ഫ്രീക്വൻസി. തേർഡ് പോയിന്റ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. സോ ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഞാൻ ആദ്യം പറയാം. ഓക്കെ, എൻ്റെ അടുത്തൊരു ടേബിളുണ്ട്, ഒരു വൈബ്രേറ്റ് ചെയ്യിച്ചിട്ടുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഞാൻ ആ ട്യൂണിംഗ് ഫോർക്ക് ടേബിളുമായിട്ട് തട്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഒബ്സർവ് ചെയ്യുക, ഭയങ്കരമായിട്ടൊരു സൗണ്ട്, എ ലൗഡർ സൗണ്ട് ഇസ് ഫോംഡ്. സാധാരണ ട്യൂണിംഗ് ഫോർക്കിൻ്റെ സൗണ്ട് സ്ലോ ആണ്, മെല്ലനെയാണ്. സോ പക്ഷേ ഞാനിത് ടേബിൾ തട്ടിച്ച സമയത്ത് അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കൂടി. എന്തുകൊണ്ട്? ദാറ്റ് ഇസ് അവർ ക്വസ്റ്റ്യൻ. വൈ? അതിൻ്റെ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. സോ ദ ടേബിൾ ഓൾസോ വൈബ്രേറ്റഡ് എലോങ് വിത്ത് ദ ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കിൻ്റെ കൂടെ ടേബിളും കൂടി വൈബ്രേറ്റ് ചെയ്തു. അങ്ങനെയാണ് ആ സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെന്താ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരാം? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. അതായത് പുറത്തുനിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ അനങ്ങാണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ അതിൻ്റെ മേലിൽ പോയി തട്ടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പുറത്തുനിന്ന് വന്ന ട്യൂണിംഗ് ഫോർക്കിനെ ഞാൻ അനങ്ങാണ്ടിരുന്ന ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് തട്ടിച്ചു. അപ്പോൾ എന്തായി, മറ്റേതൊരു വൈബ്രേഷൻ എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് കൊടുക്കുകയാണ്. സോ അതാണ് നമ്മളെന്ത് പറയാം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം. വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്നിട്ട് അനങ്ങാണ്ട് നിൽക്കുന്ന ഒരാളെ മേത്തേക്ക് വന്ന് തട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി വൈബ്രേറ്റ് ചെയ്യും, ഒരേമാതിരി വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്തുണ്ടാവും, സൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ is the vibration of an object induced by an external vibrating object. ഇനി പറയാനുള്ളത് ഒരു ആക്ടിവിറ്റിനെ കുറിച്ചാണ്. സോ എൻ്റെ അടുത്ത് ഒരു വുഡൻ ബാർസ് ഉണ്ട്, ഒരു 6 വുഡൻ ബാർസ് ഉണ്ട്. അതിൽ 3 അറ്റ് ദ സെയിം ലെങ്ത് ആണ്. ഓക്കെ, 3 വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെയിം ലെങ്ത് ആണ്. സോ എയും സിയും ഇയും സെയിം ലെങ്ത് ആണ്, ബിയും ഡിയും എഫും സെയിം ലെങ്ത് ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്ത് ചെയ്യും, ആ ഹാമർ എടുത്ത് ഞാൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്ലാങ്കിന്, ആ മരത്തിൻ്റെ കഷ്ണത്തിന് ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടും. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുക, നിങ്ങൾ എന്തായിരിക്കും കാണുക? ഓക്കെ, റിമെമ്പർ ദിസ് ആക്ടിവിറ്റി ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. ജസ്റ്റ് വുഡൻ ബ്ലോക്സ് ആയിരുന്നില്ല, പക്ഷേ ഇതേമാതിരി ഒരു സെറ്റപ്പ് ആയിരുന്നു. സോ എന്തായാലും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, എ വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അല്ലേ, എ തട്ടിക്കഴിയുന്ന സമയത്ത് എക്കുള്ള നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എ എന്താവും, നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് ചെയ്യാനുള്ള വേറൊരു കാര്യം, അറിയാനുള്ള വേറൊരു കാര്യം, എൻ്റെ കൂടെ അതേ സെയിം ടൈമിൽ തന്നെ ആരൊക്കെ കൂടെ വൈബ്രേറ്റ് ചെയ്യും, സിയും ഇയും. എൻ്റെ കൂടെ സിയും ഇയും അതേമാതിരി തന്നെ വൈബ്രേറ്റ് ചെയ്യും. ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ്, ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഡിഫറെൻറ്റ് നാച്ചുറൽ ഫ്രീക്വൻസിയും, സെയിം ആയിരിക്കുമ്പോൾ എന്തായിരിക്കും വരിക, സെയിം ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും വരിക. ഓക്കെ, അതുകൊണ്ടാണ് എന്ത്, എക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ലെങ്ത് ആയതിനെ കൊണ്ട് എക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സിയും ഇയും അവിടെ അനങ്ങാണ്ട് നിൽക്കുന്നിടത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എത്ര ആൾക്കാർ ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന, എയും സിയും ഇയും. ഈ തവണ നമ്മൾ ബീനെ വൈബ്രേറ്റ് ചെയ്യിക്കും. ഓക്കെ, ബീനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, അത് ബീൻ്റെ സെയിം ലെങ്ത് ആരൊക്കെയുള്ള, ബിയും ഡിയും എഫും ഉണ്ട് അല്ലേ, ഓർമ്മിച്ച് നോക്കുന്നേ. അപ്പോൾ ബീനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ബി എന്തായിരിക്കും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ബി എന്താവും, അങ്ങ് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് ബിയും ഡിയും എഫും സെയിം ലെങ്ത് അല്ലേ, അപ്പോൾ ബിക്ക് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഡിൻ്റെ എഫിനും നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ലെങ്ത് സെയിം ആകുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആകും. സോ ബീനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിയും എഫും അവിടെ നിന്നിട്ട് വൈബ്രേറ്റ് ചെയ്യും. സോ ബീനെ മാത്രം തട്ടിയാൽ മതി, ഡിയും എഫും ഒന്നും ചെയ്യാണ്ട് തന്നെ അവിടെ നിന്നുണ്ടാവും, വൈബ്രേറ്റ് ചെയ്യും. 5th നമുക്കുള്ളത് റെസൊണൻസ് ആണ്. ഓക്കെ, റെസൊണൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് നമുക്ക് നോക്കാം. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്ട്സ് ആർ ഈക്വൽ, ദ ഒബ്ജക്ട്സ് ആർ സെഡ് ടു ബി ഇൻ റെസൊണൻസ്. ഓക്കെ, അതായത് നിങ്ങൾ ആ ഫിഗറിൽ കാണുന്ന ഒരു ടേബിൾ ഉണ്ട്, ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ആ ട്യൂണിംഗ് ഫോർക്ക് ഞാൻ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് ടേബിളിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്താവും, ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ മുന്നേ പഠിച്ചു ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാം, ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ്, ഫോഴ്സിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഇവിടെ ആരാ, ആ ട്യൂണിംഗ് ഫോർക്കാണ് അല്ലേ. ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്, ആരുമേലും അത് അടിച്ചേൽപ്പിക്കുന്ന ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ആളാരാ, ആ ടേബിളാണ്. സോ അവർ രണ്ടുപേരുടെയും നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയി കഴിഞ്ഞാൽ ദ ഒബ്ജക്ട്സ് ആർ സെഡ് ടു ബി ഇൻ റെസൊണൻസ്. അങ്ങനെ നിൽക്കുന്ന ഒബ്ജക്ട്സുകളെ നമ്മൾ എന്ത് വിളിക്കും, റെസൊണൻസ് എന്നുള്ള ടേംസ് യൂസ് ചെയ്ത് വിളിക്കും. നാച്ചുറൽ ഫ്രീക്വൻസി രണ്ട് ഒബ്ജക്ട്സിൻ്റെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ട്സിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയി കഴിഞ്ഞാൽ എന്താവും, നമ്മളതിന് റെസൊണൻസ് എന്ന് വിളിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, ഈ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും
കണ്ടിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് മിനിമം ഒരു വട്ടമെങ്കിലും. ഞാൻ പറയാം. ദ ഒബ്ജക്ട്സ് അണ്ടർഗോയിങ് റെസൊണൻസ് വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഭയങ്കരമായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. നമ്മൾ പെൻഡുലത്തിൽ നമ്മൾ കണ്ടു അല്ലേ, ഭയങ്കരമായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിലായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒബ്ജക്ട്സ് റെസൊണൻസിലുള്ള ഒബ്ജക്ട്സ് വൈബ്രേറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സിനിമയിലൊക്കെ ഈ ഒരു വോക്കലായിട്ടുള്ള ഒരു ലേഡി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ശബ്ദം ഉണ്ടാക്കും. ഫ്രഞ്ചിലാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു സൗണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കയ്യിൽ ഗ്ലാസ്സൊക്കെ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരെ ഗ്ലാസ്സൊക്കെ കയ്യിൽ നിന്ന് പൊട്ടും അല്ലേ. അപ്പോൾ ആ ഉണ്ടാക്കുന്ന സൗണ്ട് ഫോഴ്സിങ് ആയിട്ടുള്ള സൗണ്ട്, ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഈ ആ ഗ്ലാസിൻ്റെയും ആ സൗണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയി കഴിഞ്ഞാൽ രണ്ടുപേരും അവിടെ കടന്ന് വിറയ്ക്കാൻ തുടങ്ങും. ഗ്ലാസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഗ്ലാസ് പൊട്ടുന്ന അവസാനമല്ലേ, സോ ആംപ്ലിറ്റ്യൂഡ് മാരകമായിട്ട് ഹൈ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഗ്ലാസിന് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഗ്ലാസ് എന്തെയും പൊട്ടും. ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് വിളിക്കും, റെസൊണൻസ് എന്ന് വിളിക്കും. അങ്ങനെ റെസൊണൻസിനുള്ള വസ്തുക്കളുടെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും, അപ് ടു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ അപ്ലിക്കേഷൻസ് ആണ് ഇനിയുള്ളത്. അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻസിൻ്റെയും റെസൊണൻസിൻ്റെയും അപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് MRI സ്കാനിങ് ആണ്. ഇത് കേൾക്കാത്തായിട്ട് ആരുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് റേഡിയോ ട്യൂണിങ്, റേഡിയോ സ്റ്റേഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ മൂന്നാമത് വരുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ ഗിറ്റാർ, വയലിൻ, അതിനുള്ള സ്ട്രിങ്സ് ഇല്ലേ, അതൊക്കെയാണ് എന്ത് പറയുക, ഈ പറഞ്ഞ ഫോഴ്സ്ഡ് വൈബ്രേഷൻസ്, റെസൊണൻസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന അപ്ലിക്കേഷൻസ്. ലാസ്റ്റ് പാർട്ടാണ് ഇത് വരുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 ഹെർട്സ് അല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് പീരിയഡ്? ഒരു പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി 1 ഹെർട്സ് ആണെങ്കിൽ അതിൻ്റെ പീരീഡ് എത്രയാണെന്നുള്ള നമുക്ക് ഇതിനകത്ത് ആകെ 3 ഇക്വേഷൻസ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ ആക്ച്വലി. സോ അതിൻ്റെ അകത്ത് ഒരു ഇക്വേഷനാണ്, 3 ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ഇക്വേഷനാണ് എന്ത്, F is equal to 1/t. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ്, 2 ടേംസ് അല്ലേ ഉള്ളൂ. F is equal to 1/t. സോ ഒരു ഫിസിക്സിൻ്റെ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കുറച്ച് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന വാല്യൂസ് അത് നമ്മൾ അതേമാതിരി എടുത്തെഴുതുക. അതേമാതിരി മീൻസ് എന്തൊക്കെയാണ് വാല്യൂസ് തന്നിട്ടുള്ളത് അതിൻ്റെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട്, അതിൻ്റെ യൂണിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളത് താഴത്തേക്ക് എടുത്തെഴുതുക. ഇതിൻ്റെ കേസിൽ ഫ്രീക്വൻസിയാണ്. F is equal to 1 അങ്ങനെയാണ് എഴുതിയത്. F is equal to 1 ഹെർട്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വെച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി താഴത്ത് എന്താണ് നമ്മൾ കാണാൻ പറഞ്ഞത്, ടി, ടൈം പീരീഡിൻ്റെ ടി. സോ ടി എന്ന് എഴുതിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, എനിക്കറിയില്ല. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താനുള്ള സ്റ്റെപ്സ് എഴുതണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ, F is equal to 1/t. അപ്പോൾ F is equal to 1/t നമ്മൾ എഴുതാം. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് തന്നിരിക്കുന്ന നമ്മൾ എഴുതി വെച്ചില്ല, F is equal to 1 ഹെർട്സ് എന്ന് എഴുതി വെച്ചില്ലേ, ആ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Fൻ്റെ സ്ഥലത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം, 1 is equal to 1/t എന്ന് കിട്ടും. അപ്പോൾ അതിനകത്ത് നിന്ന് ടി എങ്ങനെയാണ് കാണാം, T is equal to 1 by ഇപ്പുറത്തേക്കുന്ന ടി ഈക്വൽ ടു ഇപ്പുറത്തേക്കുന്ന ടി താഴത്തേക്ക് പോകും. 1/1 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ്സ്. ഓക്കെ, അതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a pendulum takes 0.5 seconds to complete one oscillation, what is its frequency? അല്ലേ, ഒരു പെൻഡുലം 1/2 സെക്കൻഡ് എടുത്തിട്ട് ഒരു ഓസിലേഷൻ അല്ലേ, ടു ആൻഡ് ഫ്രോ, ഒന്നിടത്തുനിന്ന് മുന്നോട്ട് പോയി തിരിച്ച് ബാക്കോട്ടേക്ക് വന്നു അല്ലേ. അപ്പോൾ 1/2 സെക്കൻഡ് എടുത്ത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുക. എത്രയാണ് അതിൻ്റെ ഫ്രീക്വൻസി? നമുക്കറിയാവുന്ന വാല്യൂസ് നമ്മൾ ആദ്യം എടുത്തെഴുതാം. എന്തെഴുതാം, F is equal to, എനിക്കറിയില്ല വാട്ട് ഇസ് ഫ്രീക്വൻസി അല്ലേ ചോദിച്ചാൽ, F is equal to നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഇനി തന്ന വാല്യൂ എന്താണുള്ളത്, 0.5 സെക്കൻഡ് എടുത്തെന്ന് പറഞ്ഞു. ടൈം പീരീഡ് 0.5 സെക്കൻഡ്സ് എന്ന് ഞാൻ അവിടെ എഴുതി അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മുടെ ഇക്വേഷൻ എഴുതാം. F is equal to 1/t എന്ന് എഴുതി. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F is equal to 1/0.5 അല്ലെ, ടീൻ്റെ സ്ഥലത്ത് 0.5 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ ഒന്നും ആലോചിക്കാനില്ല. F is equal to എത്ര കിട്ടാം, 2 ഹെർട്സ്. ഓക്കെ.